VMS തുടങ്ങിവെച്ച ഭരണപരിഷ്കാരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാക്കളിൽ ഒരാളായ VMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല സന്ദേശം എന്ന നിലയിൽ ഈ കേരള സമൂഹത്തെ ആകെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആ ഗവൺമെൻറ് 57 മുതൽ ആരംഭിച്ചു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, കേരളത്തിൽ ഭൂപരിഷ്കരണമാണ് ഇന്നത്തെ നിലയിൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്കൊരടിസ്ഥാനം. ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ വളരെക്കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി അവരുടെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കൃഷിക്കാർക്ക് ഭൂമി കൊടുക്കാനും ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷക സമൂഹത്തിന് നൽകാനും കർഷക തൊഴിലാളികളെ സംരക്ഷിക്കാനുമുള്ള ഒരു നിയമവും നിർമ്മിച്ചില്ല, ഒരു നിയമനിർമ്മാണവും നടത്തിയില്ല. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഭൂപരിഷ്കരണ നിയമം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം, അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ജനങ്ങൾക്ക് വിതരണം ചെയ്യൽ തുടങ്ങിയിട്ടുള്ള മഹത്തായ കാർഷിക പരിഷ്കരണം, ഭൂപരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കി. 1957 ആ ഗവൺമെൻറ് എങ്ങനെയാണ് പോയത്? ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ജന്മിമാരും നാടുവാഴികളും വലതുപക്ഷ ശക്തികളാകുകയും എന്ന് മാത്രമല്ല, അമേരിക്കൻ CIA കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അമേരിക്കൻ CIA പണം കൊടുത്തു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി വിമോചന സമരം സംഘടിപ്പിച്ചു. ആ വിമോചന സമരത്തിലൂടെ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നീക്കം നടന്നു. VMS ഗവൺമെന്റ് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റായിരുന്നു. ആ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ അക്രമത്തിലൂടെ, വിമോചന സമരത്തിലൂടെ തകർക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഴുത്തിന് കോടാലി വെച്ച് നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. അതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രം. 1959 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ തകർത്തതിന് ശേഷം ആ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം 67 VMS വീണ്ടും അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് കാർഷിക രംഗത്ത് അവശേഷിക്കുന്ന കാർഷിക പരിഷ്കരണം നടപ്പിൽ വരുത്തി. കർഷക തൊഴിലാളികൾക്ക്, ഭൂരഹിതർക്ക് ഭൂമി കൊടുത്തു. അതിനുള്ള നിയമനിർമ്മാണങ്ങൾ തയ്യാറാക്കി. എന്തായിരുന്നു ആ ഗവൺമെന്റിന്റെ അനുഭവം? ജനങ്ങൾക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആ ഗവൺമെന്റിനെ, ഐക്യമുന്നണി ഗവൺമെന്റിനെ, ആ മുന്നണിയിലെ ചില ഘടക പാർട്ടികളെ കൂട്ടുപിടിച്ച് കാലുവാരി ആ മുന്നണിയെ തകർത്തു. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം. വീണ്ടും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീണ്ട വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. VMSന് ശേഷം ഒട്ടനവധി മഹാരഥന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റുകളെ എല്ലാം അട്ടിമറിക്കാനും തകർക്കാനും
പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നിരന്തരമായി ശ്രമിച്ചു. 80-ൽ അധികാരത്തിൽ വന്ന VK നായനാർ ഗവൺമെന്റാണ് ഇന്ന് കർഷക തൊഴിലാളികൾക്ക് പെൻഷനുണ്ട്. കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ 1600 രൂപ മാസം പ്രതി ലഭ്യമാക്കുന്നുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ എന്ന ആശയത്തെ കേരളത്തിൽ ശക്തമായി എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിലെ കർഷക തൊഴിലാളികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണോ എന്ന ചോദ്യം ചോദിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. ആ ജനോപകാരപ്രദമായ നടപടികളെ പോലും അട്ടിമറിക്കാൻ ശ്രമം നടത്തി. അതിനെയുമെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മാറി മാറിയും ഭരണരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയും അധികാരത്തിലേക്ക് വന്നത്. ആ ഗവൺമെന്റുകളാണ് ഇന്നത്തെ കേരളത്തിന്റെ സൃഷ്ടിക്ക് അടിത്തറവാകിയത് വളർത്തിയെടുത്തത്. ഇവിടെ ഇന്ന് സമ്പൂർണ്ണ സാക്ഷരത, എല്ലാവർക്കും വിദ്യാഭ്യാസം, ജനങ്ങൾക്ക് കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള പൊതു വിതരണ ശൃംഖല, നീതിന്യായ രംഗത്ത് തുല്യത, സ്ത്രീ പുരുഷ സമത്വം, തുല്യത, ഇതെല്ലാം ഉറപ്പുവരുത്തി ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റുകളാണ്. അങ്ങനെയാണ് ഇന്നത്തെ കേരളം രൂപപ്പെട്ടു വന്നത്. ഈ കേരളം രൂപപ്പെട്ട് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഒട്ടനവധി നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, നേതാക്കൾ ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട്.